ഹായ് ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ ടേസ്റ്റും ആയിട്ടുള്ളൊരു ബീഫ് മന്തിയുടെ റെസിപ്പി കാണാം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് അരി കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു അരമണിക്കൂർ നേരം കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കറിലേക്ക് 1/2 കപ്പോളം ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിയിലയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറയെ പുതിന ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മാഗി ക്യൂബ്, 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, 1/4 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മന്തി മസാല, 1 ടേബിൾ സ്പൂൺ തന്നെ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കിലോന് ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീഫിൽ മസാല ഒന്ന് പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ നേരമൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. ഈ ഒരു സമയം നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു ഉണക്കനാരങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റൈസ് ഒരു 90% ആകുമ്പോൾ നമുക്കൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം കേട്ടോ. ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിൽ വരെ വേണ്ടി വന്നു കേട്ടോ ഞാനെടുത്ത ബീഫ് വേവാനായിട്ട്. ബീഫിനനുസരിച്ചിട്ട് ഈ വേവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അങ്ങനെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. വറ്റിച്ചെടുക്കുമ്പോൾ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു കുക്കറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മന്തി ദമ്മിടുന്നതും. അപ്പോൾ നമുക്ക് കുറച്ച് ലിക്വിഡ് ഫോമിൽ മസാല ഉണ്ടാവണം കേട്ടോ. ഇനി നമുക്കിതിൽ നിന്നും ബീഫിൻ്റെ പീസ് എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മേൽഭാഗത്ത് റൈസിൻ്റെ മേൽഭാഗത്ത് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ബീഫിൻ്റെ ഒരു പീസായിട്ട് ഇട്ട് കൊടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഡ്രൈ ആയി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി ഒന്ന് ദം ചെയ്തിടാം കേട്ടോ. അതിനായിട്ട് കുക്കറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കായിട്ട് ഫുള്ളായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ബീഫിൻ്റെ ഓരോ പീസായിട്ട് മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചാർക്കോൾ കത്തിച്ചിട്ടൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ചാർക്കോൾ കത്തിച്ച് ഓയിൽ ഒഴിച്ചുവിടണം തന്നെ നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ച് വയ്ക്കുക. ഇനി നമുക്കതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വിസിൽ വരണ വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആവി കയറി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക. അതിനുശേഷം ബീഫിൻ്റെ പീസസ് ഓരോന്നായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് റൈസ് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് റൈസ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബീഫ് മന്തി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റും അതുപോലെ തന്നെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.